ഹായ് ഡിയർ ഫ്രണ്ട്സ്, മലപ്പുറം സ്റ്റൈൽ ചീര താളിപ്പ് അത് എങ്ങനെ തയ്യാറാക്കാം എന്നത് നമുക്ക് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി 10-12 ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ചെറിയ ഉള്ളി ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ സവോള ചേർത്ത് കൊടുത്തത്. അതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ മതിയാകും. ഇപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചീര, ചുമന്ന ചീരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിന്റെ അളവൊക്കെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് മൂടി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെച്ച് അടച്ച് ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചീരയൊക്കെ വെന്തോ എന്ന് ചെക്ക് ചെയ്യണം. കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുറുകിയാൽ തണുക്കുമ്പോൾ പെട്ടെന്ന് തിക്കായി മാറും. ഇപ്പം നമ്മുടെ മലപ്പുറം സ്റ്റൈൽ ചീര താളിപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂട് ചോറിൽ ഒഴിച്ചു കഴിക്കാൻ നല്ല ഒന്നാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കിയാൽ അപ്പോൾ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അതാണ് എനിക്ക് ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു റെസിപ്പിയുമായി കാണും വരേക്കും ബൈ.